ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ വീഡിയോ ആണ്. അത്യാവശ്യം കുറേ ദിവസമായിട്ടുണ്ടാവും ഞാനൊരു ഫുൾ വീഡിയോ ഇട്ടിട്ട്, കുറേ മാസങ്ങളായിട്ടുണ്ടാവും. പിന്നെ 2-3 ആഴ്ചകളായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഷോർട്സ് എങ്കിലും ഇടും. കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ വീഡിയോസ് ഇടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ആനുവൽ എക്സാം ആണ്. എല്ലാവർക്കും ആനുവൽ എക്സാം ആയിരിക്കും എന്ന് വിചാരിക്കണം. എല്ലാവരും കഴിഞ്ഞു എന്നും വിചാരിക്കുന്നു. എൻ്റെ കഴിഞ്ഞു ഗൈസ്, കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞ അതേ ദിവസം തന്നെയാണ് ഞങ്ങൾ കൊച്ചിയിൽ പോയത്. അപ്പം കൊച്ചിയിലോട്ടാണ് ഞങ്ങൾ പോണത്. കാരണം എൻ്റെ മേമ്മയുടെ ഹൗസ് വാമിംഗ് ആണ്. സോ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അടിപൊളി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്കൂള് എന്നാണത് ഞങ്ങൾക്ക് ഉച്ചവരെയായിരുന്നു എക്സാം. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞാനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു, ഏട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ പോകണം. പിന്നെ എൻ്റെ കണ്ണ് എന്താ അങ്ങനെ ആയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവുമെന്ന് വിചാരിക്കണം. ചെറിയൊരു ഒന്നിങ്ങനെ പൊന്തിയ പോലെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചൂടൂരം. ഇപ്പോൾ നല്ല ചൂടാണല്ലോ കേസ്, ഇപ്പോൾ ചൂടൂരമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് മൂടൊക്കെ കുറവുണ്ടായിരുന്നു കേസ് എനിക്ക് ആ ഫംഗ്ഷൻ്റെ ദിവസം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ്. പിറ്റേ ദിവസം ഞാൻ ഫംഗ്ഷൻ എണീച്ചപ്പോൾ നല്ലോണം വീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര മൂടൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ പോയി കേസ്. കാരണം കസിൻസൊക്കെ വരും, അപ്പോൾ അവരെ കാണാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങളല്ലേ കേസ്, അപ്പോൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് കേസ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബോറടിച്ചാലോ എന്ന് പറഞ്ഞ് ഞാൻ ഡയറി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് ഒരക്ഷരം അതിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കാണിച്ചുതരാം കേസ്. ഇത് അലങ്കോലമായിപ്പോയി കേസ്. ഇത് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഇളകുമ്പോൾ എന്താ പറയുക കേസ്, പിറാന്നായിപ്പോയി. പിന്നെ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രെയിന് ചറ പോയി കേസ്. കാതൊക്കെ എൻ്റെ പൊട്ടിപ്പോയി. അത്രയും ശബ്ദമായിരുന്നു. ഞാൻ വിൻഡോൻ്റെ സൈഡിലും കൂടെ ഇരുന്നപ്പോൾ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വല്ല വീഡിയോ എടുക്കാൻ പറഞ്ഞ് വെക്കുമ്പോൾ ഫോൺ ടപ്പാന്ന് വീണുകൊണ്ടിരിക്കുകയായിരുന്നു കേസ്. പിന്നെ ഞാൻ യൂനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കളിക്കാനൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ കേസ്, ഫോൺ വീണുകൊണ്ടിരിക്കുന്നത്. എന്നെ ശല്യം ചെയ്യാണ് കേസ് ഫോൺ. അപ്പോൾ യൂന എടുത്തിട്ടുണ്ടായിരുന്നു കളിക്കാനൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല കേസ്. വണ്ടി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് കേസ് കളിക്കുക, കാടൊക്കെ പറന്നു പോകുമായിരുന്നു കേസ്. അത്രയും കാറ്റായിരുന്നു. പിന്നെ ഡയറി എഴുതാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. വണ്ടി കുലുന്ന് ഇളകുമ്പോൾ ഞാൻ എങ്ങനെയാണ് കേസ് എഴുതുക, അലങ്കോലമാവും. വീണ്ടും ഫോൺ വീണുകൊണ്ടിരിക്കണ ഭ്രാന്തെടുപ്പിക്കുകയാണ് കേസ്. അപ്പോൾ ഇടയ്ക്കൂടെ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറയുകയാണ് കേസ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ വേറെ അടിപൊളി വീഡിയോസ് ഉണ്ട്, അതും പോയി കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രെയിനിലൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കൊച്ചി എത്തി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ അവിടുത്തെ ഏകദേശം കഴിഞ്ഞു. സത്യത്തിൽ ഞാൻ വീഡിയോക്ക് മറന്നുപോയി ഗൈസ്. ഇന്നലെ ഞാൻ രാത്രി എടുത്തിട്ട് പിന്നെ വെച്ചതാണ്. ഞാൻ ഈ ഡ്രസ്സൊന്നും അല്ലാത്ത കേസ് ഇട്ടത്, ആക്ച്വലി ഞാൻ പട്ടുപാവാട ഇട്ടത്. അപ്പം എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര ചൂടെടുത്തപ്പോൾ ഞാൻ മാറ്റിയതാണ്. നല്ല ചൂടാണ് കേസ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഫുഡൊന്നും കഴിയുന്ന എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക കേസ്, എനിക്ക് കണ്ണിൽ കുരുവും വന്നിരിക്കുക കേസ്, ചൂട് കുരു. അതുകൊണ്ട് ഒട്ടും വയ്യായിരുന്നു. പിന്നെ വീഡിയോക്ക് ആക്ച്വലി മറന്നു പോയതാണ്. അപ്പം ഇപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ. എന്നിട്ടും കേസ് നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ വീടൊക്കെ അടിപൊളി വീടാണ് കേസ്. അപ്പം ഇനി ഞാൻ വൈകുന്നേരം വല്ലതും കഴിക്കട്ടെ കേസ്. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ അമ്മയാണ്. അമ്മ ഹായ് പറ. അമ്മ ഹായ്. ഗൈസ്, ഇതെൻ്റെ അമ്മമ്മയാണ് ഗൈസ്. അമ്മ പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മ. അങ്ങനെ കേസ് ഞങ്ങളുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും പാലക്കാട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇത് പാലക്കാടൊക്കെ എത്താനായപ്പോൾ കേസ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് തന്നെ. അങ്ങനെ ഇതേ കേസ് ഞാൻ തൂക്കി പിടിച്ച് ബാഗ് എടുത്ത് നടക്കുകയാണ് കേസ്. അങ്ങനെ അവിടുന്ന് പിന്നെ ഓട്ടോയിലാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഷോ ഒക്കെ കാണിക്കുകയാണ് കേസ്. അത് കഴിഞ്ഞ് പിന്നെ ആ ഫംഗ്ഷൻ്റെ ദിവസം അവിടെ നിന്ന് കസിൻസിൻ്റെ മേമ്മയുടെയൊക്കെ ഒപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. 2-3 ഫോട്ടോ കേസ്. വീഡിയോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വരൂ.